ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓഫ് മാർബിൾ ഗാലറി. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നാദാപുരമാണ്. നാദാപുരത്തിൽ നമ്മൾ മുഹമ്മദ് റാഫി സാറിൻ്റെ വീട് കാണാനാണ്. യു ഷുഡ് സീ സോ ബ്യൂട്ടിഫുള്ളി ഡൺ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഡ്രീമൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളി ആണ് ഒരു ആർക്കിടെക്റ്റ് അത് ആദ്യം ഒരു ഇമേജ് ആയിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് ഫൈനലി അത് എക്സിക്യൂട്ടീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ബ്യൂട്ടി ഇല്ലേ, അതിൻ്റെ കംപ്ലീറ്റഡ് ഫോമിൽ കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആസ് എ സപ്ലയർ ഇസ് ഓൾവേസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ബിഹൈൻഡ് ഉണ്ടാവും ഒരു ക്രിയേറ്റീവ് മൈൻഡ്സ് ആൻഡ് ഡിസൈനേഴ്സ്. അങ്ങനെ രണ്ടു പേരിനെയാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്, മിസ്റ്റർ മുഹമ്മദ് നജീബ് ആൻഡ് മിസ്റ്റർ സിദ്ദീഖ്. സർ, എല്ലാം ഒരു വീടിൻ്റെ ഡിസൈനിൻ്റെ പുറകിൽ കസ്റ്റമേഴ്സിൻ്റെയും ഒരു ഹാൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസൈനേഴ്സിൻ്റെ ഹാൻഡ് ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടിയെന്നാണ്. ഒന്ന് ആ ജേർണി പറയോ? ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ക്ലയന്റ് റാഫിക്ക മൂപ്പര പാർട്ട്ണർ ത്രൂ ആണ് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കഷൻ തന്നെ കൂടുതലും ഒരു റോയൽ അറബിക് തീമിലേക്കാണ് നമ്മൾ ക്ലയന്റ് ഒരു ഉദ്ദേശിച്ചൊരു ഡിസൈൻ. അപ്പോൾ നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി നമുക്ക് തന്നെ അങ്ങ് വിട്ട് തന്നൊരു ക്ലയൻ്റാണ്. എല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ക്ലയൻറ്റ് നമ്മളെ ഏൽപ്പിച്ചു തന്നത്. റാഫിഖാനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് പുള്ളി അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അത്രയും നമ്മൾക്ക് ഒരു ഫ്രീഡം കിട്ടിയൊരു സൈറ്റാണ് ഇത്. ഞാൻ വളരെ ഒരു പ്രത്യേകത കണ്ടു ഈ വീടിന്. ഈ വീട് ഒരു 3 പാർട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഭയങ്കര അത് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലോട്ട് വന്നത്? ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ക്ലയന്റുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളുള്ള കാരണം അദ്ദേഹത്തിന് ഗസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കാനും മറ്റുമൊക്കെ ഒരു ക്ലബ് ഹൗസ്, അങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം ഒരു ഫാമിലി എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ് ഹൗസും, അത് ഈ ഒരു വീടിന്റെ ഡിസൈനുമായി ഒത്തുപോകുന്ന രീതിയിൽ കുറച്ചൊരു വിശാലമായ ഒരു ആംബിയൻസ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഞാൻ ആക്ച്വലി റാഫി സാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ റാഫി സാർ പറഞ്ഞത് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, പുറത്തായിരുന്നു സാറ് പറഞ്ഞു ഞാൻ മിക്കവാറും എല്ലാ ഇന്ററാക്ഷൻസും എനിക്കിവിടെ ഇൻ പേഴ്സൺ പുള്ളിക്ക് ഇവിടെ എത്താൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു കംഫർട്ടിന്റെ ഒരു സീക്രട്ട് എന്താണ്? നമ്മുടെ ഒരു 80% ക്ലയൻസും NRI ക്ലയൻസ് ആണ്. എല്ലാ NRIസും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ സമയം, അതേപോലെ തന്നെ അവർ ബിസി ആയിരിക്കും, അതേപോലെ പിന്നെ അവർക്ക് നമ്മളായിട്ട് മീറ്റിംഗ് ചെയ്യാനുള്ള സമയം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും അവരുടെ സ്ഥലത്ത് പോയിട്ട് വരെ മീറ്റ് ചെയ്യാറുണ്ട്. അവരവിടെ ബിസിനസ് പരമായിട്ട് പല തിരക്കിലാണെങ്കിൽ പോലും അവർക്ക് നാട്ടിലെ പ്രൊജക്ടുകൾ ശ്രദ്ധിക്കാനോ കാര്യങ്ങളൊന്നും സമയം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നേരത്തെ സാറ് പറഞ്ഞു ഒരു അറബിക് കോൺസെപ്റ്റിലോട്ടാണ് ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ഏതൊരു ക്ലയന്റ് ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ അവരുടെ ഒരു കൾച്ചറൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കും. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. എന്നിട്ടാണ് നമ്മൾ ഡിസൈനിങ്ങിലേക്കൊക്കെ പോകുന്നത്. ഈവൻ ഇവിടുത്തെ ഫർണിച്ചർ ആയാലും തന്നെ, അതല്ലെങ്കിൽ കർട്ടൻസ്, സ്റ്റെയർ ഹാൻഡ് റെയിൽസ്, സ്റ്റെയർസ്, ഫ്ലോറിങ്സ്, എല്ലാത്തിലും നമ്മളൊരു റോയൽ ടച്ച്, ആ റോയൽ ഫീൽ കൊണ്ടുവന്നുണ്ട്. എല്ലാം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അബ്രോഡ്സൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്ത ഓരോ സാധനങ്ങളാണ്. ഓരോന്നിലും അതിൻ്റെതായ ഡീറ്റെയിൽഡുകൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ ബെഡ്റൂംസ് ഞാനിപ്പോൾ കണ്ടു ദാറ്റ് എല്ലാ ബെഡ്റൂംസും ഡിഫറെന്റ് ആണ്. ഓരോ ബെഡ്റൂമും നമ്മൾ ഓരോ തീമിലാണ്, ഓരോ കളർ കോമ്പിനേഷനും അതേപോലെ തന്നെ ഓരോ ഡിസൈൻസ് പാറ്റേണും തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ സെപ്പറേറ്റ് വേറെ തന്നെ ഡിസൈനിലാണ് നമ്മൾ കൊണ്ടുവന്നത്. എല്ലാം ഒരു റോയൽ തീം ഫോളോ ചെയ്തിട്ട് ഓരോ കളർ കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്തത്. നമ്മൾ ഇവിടുത്തെ ഒരു സ്ക്രൂ പോലും നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമ്മൾ കൈകൊണ്ട് തൊടുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത പ്രൊജക്റ്റ് ആണ്. ഓരോന്നിലും ഈവൻ ലൈറ്റ്സ്, ഫേർണിച്ചേഴ്സ്, പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെലക്ഷൻ തന്നെ പോയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്.
ശരിക്കും മാം പറഞ്ഞു മാം നാട്ടിലുണ്ടാകാറില്ല, വൺസ് ഇൻ എ ഇയർ വരെയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു മാമിന് ദുബായിലും പുറത്തോട്ടൊക്കെ നല്ല കിച്ചൺസ് കണ്ട് അല്ലേ? അപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ ചലഞ്ച് എന്തായിരുന്നു? നമ്മുടെ ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അവർ റാഫിഖാന്റെ വൈഫിന്റെ ഒരു റിക്വയർമെന്റ് എന്താ വെച്ചാല് അവർക്കൊരു സൂപ്പർ കിച്ചൺ വേണം. കാരണം വന്നാലും ഒരു മോശം അഭിപ്രായം പറയാത്ത ഒരു പ്രീമിയം ലെവലുള്ള ഒരു കിച്ചൺ വേണം എന്നുള്ളായിരുന്നു ആകെ ഒരു അഭിപ്രായ സജഷനായിട്ട് നമ്മളിത് പറഞ്ഞത്. അപ്പൊ അതിനെ തന്നെ നമ്മൾ അവർ അത്രയും ഹാപ്പിയാണ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മാമിന്റെ ഫേസിലും കാണാനുണ്ട്. മാം പറഞ്ഞു മാമിന് എന്താ വേണ്ടത് അത് നന്നായിട്ട് അവർ ചെയ്തു. മാർബിൾ ഗാലറിയുമായിട്ട് ഞങ്ങളുടെ സർവീസിന്റെ തുടക്കകാലം മുതൽ തന്നെയുള്ള ഒരു ബന്ധമാണ്. ഡിഡോട്ട് ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തും തന്നെ ഏതൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഒരു യൂണിക്നെസ് കൊണ്ടുവരലുണ്ട്. ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ എന്തായാലും ചെയ്യാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് മാർബിൾ ഗാലറിയില്ല. ആ ഒരു യൂണിക് പ്രൊഡക്റ്റ് അവിടെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്, ഏതൊരു പ്രൊജക്റ്റിലേക്കാണെങ്കിൽ പോലും. അവരുമായിട്ട് നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വളരെ കംഫർട്ടാണ്. പിന്നെ അവരുടെ സർവീസ് പറയുകയാണെങ്കിൽ തന്നെ ഫോളോ അപ്പിങ്, അതേപോലെ നമുക്ക് ഡെലിവറി, അതേപോലെ തന്നെ സെലക്ഷൻസിൻ്റെ സമയത്ത് കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഏതൊരു പ്രൊജക്റ്റും ഒരു ക്ലയൻസ് നമ്മളെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ബഡ്ജറ്റും അതേപോലെ ഡിസൈൻ കോൺസെപ്റ്റും പല കൺസേൺസും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടുതൽ ക്ലയൻസ് റെഫറൽ ക്ലയൻസ് ആണ്. ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയിരിക്കല്ലോ റെഫർ ചെയ്യാം നമ്മളെ. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ പരിചയപ്പെടാണ്ട് നമുക്ക് ഇതിൽ. ഇതാണ് അൻസാർ, റാഫിഖാന്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് അൻസാർ. പിന്നെ ഞാൻ റാഫിഖയുടെ സുഹൃത്താണ്, ഈ നാട്ടുകാരനും കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ഉദ്ദേശിച്ച രീതിയിൽ ഈ വീടാക്കി തീർക്കാനും എല്ലാവിധ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഡിഡോട്ട്, നാജിമും സിദ്ദീഖും. പിന്നെ മാർബിൾ ഗാലറി വന്നിട്ടുണ്ടോ? മാർബിൾ ഗാലറിയിൽ ഈ വീടിന് വേണ്ടിയിട്ടുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. A to Z സാധനങ്ങൾ, ടൈല്, അതുപോലെ മാർബിൾ, കിച്ചണൊക്കെ എല്ലാ സാധനങ്ങളും മാർബിൾ ഗാലറിയിൽ നിന്നാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. വേറെ എവിടെ നിന്നും പോയിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു എഫേർട്ടായിട്ടൊരു നല്ല അല്ലേ ഒരു ഔട്ട്പുട്ടായിട്ട് ഈ ഒരു വീട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നതിന് താങ്ക് യു. ആൻഡ് ഞങ്ങൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. ഏതൊരു ഹോം ടൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീലിംഗ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നറിയോ? ഒരു കസ്റ്റമറുടെ കംപ്ലീറ്റ് ഒരു സ്റ്റോറി, അവർ ഫേസ് ചെയ്ത ഒരു തോട്ട്സും ചാലഞ്ചസും, അതേപോലെ ആർക്കിടെക്ട്സിൻ്റെ സ്റ്റോറി ബിഹൈൻഡ് ദ ഹോൾ ഹൗസ്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഫീൽ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഈ ഒരു ഹോം ടൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷവും കൂടുതൽ ഹോം ടൂറായിട്ട് നമുക്ക് നെക്സ്റ്റ് മാർബിൾ ഗാലറി സീരീസിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മാർബിൾ Gallery's home tour.